ഹായ് ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉണക്കമീൻ കറിയാണ്. അതായത് നമ്മൾ നോർമലി വെക്കുന്ന ഉണക്കമീൻ കറിയല്ല, ഒരു സ്പെഷ്യൽ ഉണക്കമീൻ കറി. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായി മാറും ഈ ഉണക്കമീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ ഉണക്കമീൻ കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിനായിട്ട് ഉണക്കമീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കണ്ടേ ചോദിക്കും. ഇതിൽ ഓൾറെഡി ഉപ്പുള്ളതല്ലേ, ഉപ്പിട്ടിട്ടല്ലേ ഉണക്കമീൻ വരിക. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. ഇനി നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതൊന്ന് വെക്കുക കുറച്ച് നേരം. ഇനി അടുത്തത് വേണ്ടത് സവോള, വലിയ സവോള ചെറുതാക്കി കട്ട് ചെയ്തത്, വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത്, ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഒന്ന് ഉരലിലിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, മുഴുവൻ വലിയ മുളക് എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. പിന്നെ അടുത്തത് കറിവേപ്പിലയാണ്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കുടപ്പുളിയാണ്, നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ എടുക്കാം. ഇത് കുടപ്പുളി ഒരു 3 അല്ലിയോളം എടുത്തിട്ടുണ്ട്. അത് 2 അല്ലിയാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ വെള്ളവും അതിലേക്ക് ഒഴിക്കും. ഇനി മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഫിഷ് മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഗരം മസാല ചേർക്കുന്നത് ഒരു വേറെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഗരം മസാലയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമില്ല വെച്ചെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിക്കോളും. മുളക് പൊടി, മല്ലിപ്പൊടി മാത്രം ചേർത്താലും മതി. അടുത്ത പരിപാടി നമുക്ക് മീൻ വറുത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാനൊരു കടായി വെച്ചു. അത് ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് അത് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഈ മീൻ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ മീനിൽ എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്? മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തത്. എന്തുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാനത് ചോദിക്കില്ലേ? അപ്പോൾ എന്താ പറയുക, ഉപ്പ് ഓൾറെഡി ഈ മീനിലുണ്ട്. അതായത് ഉണക്കമീനിൽ നിറച്ച് ഉപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മാക്സിമം കഴുകിയെടുക്കും അല്ലേ, എന്നാലും അതിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കാത്തത്. കറിയിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. 2-3 മിനിറ്റായി. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, കാരണം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ആയി കിട്ടണം. സൂക്ഷിച്ചിട്ട് കൊടുക്കുക. പൊട്ടൊന്നുമില്ല, എന്നാലും നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ട് പൊട്ടൊന്നുമില്ല. നമ്മുടെ മറ്റേ നോർമൽ പാനിലൊക്കെ ആണെങ്കിൽ അതൊന്ന് പൊട്ടും. അപ്പോൾ ഇതിൽ വലിയ റിസ്ക് ഇല്ല ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ. ഇനി ഇത് വറുത്ത് മാറ്റിയിട്ട് ഈ സെയിം ഓയിലിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വഴച്ചെടുക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാൻ വേഗമാവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറക്കുക. 2 ഭാഗവും അങ്ങോട്ട് കറക്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റണം. എന്നിട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ. ഇതൊക്കെ ഒന്ന് വറുത്ത് കോരുക. നല്ല മണം, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മീൻ വറക്കില്ലേ, അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം ഇങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉണക്കമീനൊക്കെ? ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണക്കമീൻ വാങ്ങും. എന്നിട്ട് അധികം ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങില്ല, കുറച്ച് നനവോടുള്ളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങിക്കോളൂ കേട്ടോ. ഇനി അടുത്ത പരിപാടി തുടങ്ങാറായി. അതിനായിട്ട് ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തക്കാളി, ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക് ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുളകും അതുപോലെ തന്നെ സവോളയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില വീണിട്ടുണ്ട്, കറിവേപ്പില ഇപ്പോഴണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ചേർക്കണവരാണെങ്കിൽ നമ്മളുടെ ഉണക്കമീൻ്റെ ഉപ്പൊന്ന് ആലോചിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതാക്കട്ടെ. ഒന്ന് മൂടി വെച്ച് വെച്ചെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും. നന്നായി വഴറ്റാൻ ഇങ്ങനെ തുറന്ന് വെച്ച് വഴറ്റിനേക്കാട്ടും കൂടുതൽ ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ മീനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ അളവ് കൂട്ടുക. പിന്നെ നിങ്ങളുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയുള്ളൂ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല,
അപ്പോൾ ഫിഷ് മസാല നമ്മൾ ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരാണ്, അതിട്ടാൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ. ഈ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് അത് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ഞാൻ ലാസ്റ്റ് വിതറുന്നുണ്ട്, അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. മസാലകളുടെ കൂട്ടത്തിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് വെച്ചോളൂ. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളം, കുടപ്പുള്ളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 കഷ്ണം കുടപ്പുള്ളി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് അന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളമെങ്കിലും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ച മീനില്ലേ, മീൻ ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതാ മീനൊക്കെ ഇട്ട് കൊടുക്കുക. എന്തായാലും മീൻ പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വറുത്തത്, അത് വേറെ കാര്യം. ഒരു ടേസ്റ്റ് കൂടും നമ്മൾ വറുത്തിട്ട് കറി വയ്ക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വറുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ഡയറക്റ്റ് നമ്മുടെ മീൻ ചേർത്ത് കൊടുത്താൽ നോർമൽ മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. ഇതാകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു 1/2 ഗ്ലാസ്സോളം നല്ല ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഒരിക്കലും കറികളിൽ. അത് എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുടിക്കണ വെള്ളം തിളപ്പിച്ച് വെക്കില്ലേ, ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് ചൂടോട് കൂടിയിട്ടുള്ളത് മാറ്റി വയ്ക്കാറുണ്ട്. കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതെടുത്ത് ഒഴിക്കും. ഇല്ലെങ്കിൽ കുറച്ച് ചൂടാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് വേവിച്ചെടുക്കുക. എന്നാലാണ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടുള്ളൂ, നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇതിപ്പോൾ മൂടി വെച്ചു. ഇനി 5 മിനിറ്റ് അനക്കണ്ട. 5 മിനിറ്റിന് ശേഷം ഇതാ തുറന്നു. നല്ല മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, ഇഷ്ടപ്പെടും. ആ ഒരു പുളിയും അതേപോലെ തന്നെ നമ്മളുടെ വറുത്തിട്ടുള്ള മീനിൻ്റെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴേ നല്ലൊരു രസമാണ്. പിന്നെ ചോറിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട, ഇത് തന്നെ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അറിയൂ. ഈ കറി ഇതൊന്ന് ഡ്രൈ ആക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് വെക്കുന്നത്. ഇതൊന്ന് ഡ്രൈ ആക്കും. പിന്നെ എന്താ പറയുക, വല്ല പരിപ്പ് കറിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇനി ഞാൻ ഇപ്പോൾ വെതറി കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുരുമുളക് പൊടി ഇടുന്ന, അതാണ് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടുക. ഇതാ നമ്മളുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല ഇതുപോലെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഡ്രൈ ആക്കി എടുത്തിട്ട് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വെച്ചിട്ട് നാളെയൊക്കെ കഴിക്കില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്താ രസം എന്നറിയോ, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനും. പിന്നെ ഈ കഞ്ഞി വെക്കില്ലേ, കുറച്ചിങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കഞ്ഞിയുടെ കൂടെ ഇത് വെറുതെ അങ്ങനെ അതിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസത്തേക്കാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം. പതിവ് പോലെ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പഴയ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ടാറ്റാ.